ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കിയല്ലോ. എന്തായാലും മാങ്ങയുടെ സീസണല്ലേ, ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പിനും കുറച്ച് കുറവായിട്ട് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മറക്കാതെ ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർക്കണേ. ഞാൻ ആ വീഡിയോ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു വലിയ മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണ്ടേ. അപ്പോൾ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 2 മണിക്കൂർ നല്ലതുപോലെ തണുപ്പിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. നമുക്ക് ഫ്രീസറിലോട്ടല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലോട്ട് 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണേ. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാൻ കൊതി തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്